സാറേ, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷേ യോജിക്കാവുന്ന പല ഘടകങ്ങളുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാവുന്ന ചില കാര്യങ്ങൾ സംബന്ധിച്ച് ഉന്നതതല ഒരു യോഗം കൂടി, അത് ദുബായിൽ വെച്ച്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിക്രം മിശ്രി, അതുപോലെ തന്നെ അഫ്ഗാനിലെ വിദേശകാര്യമന്ത്രി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഇപ്പോൾ അല്പം പോസിറ്റീവ് നോട്ടിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് അഫ്ഗാനിസ്ഥാനെ പറ്റി വളരെ വെറുപ്പോടുകൂടിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്രയും വിഷമമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഒരുപക്ഷെ മൈ എനിമി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലായിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈയിടെ ദുബായിൽ വെച്ച് ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നടത്തി. അത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഹയസ്റ്റ് ലെവൽ ഓഫ് മീറ്റിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയും അതേപോലെ അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അമീർ ഖാനും തമ്മിലാണ് മീറ്റിംഗ് നടന്നത് ദുബായിൽ വെച്ച്. അപ്പോൾ ഇതിനു മുമ്പ് ജോയിൻറ്റ് സെക്രട്ടറി ലെവലിലുള്ള മീറ്റിംഗേ നടന്നിട്ടുള്ളൂ. സെക്രട്ടറി ലെവലിലോ അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റർ ലെവലിലുള്ള മീറ്റിംഗ്സ് ഒന്നും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയായിട്ട് ഉണ്ടാകാറില്ലായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ ആദ്യമേ തന്നെ പറഞ്ഞ കാര്യം, ഇന്ത്യ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജൻറ്റായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ്റെ ഡെവലപ്മെൻറ്റ് നീഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ കാര്യത്തിൽ സഹകരിക്കാനും സഹായിക്കാനും ഒക്കെ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അതിന് തിരിച്ച് അഫ്ഗാനിസ്ഥാൻ്റെ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മണ്ണ് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തി, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇങ്ങനെയൊരു ഡെവലപ്മെൻറ്റ് വരാനുള്ള കാരണം പാക് അഫ്ഗാനിസ്ഥാൻ ആക്ടിവിറ്റീസ് ഇപ്പോൾ വളരെ ഡിറ്റീരിയറേറ്റ് ചെയ്തുകൊണ്ട് മോശമായിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥ. അപ്പോൾ തെഹ്രീക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ അവർ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകും. അപ്പോൾ പാകിസ്ഥാൻ അത് ഒട്ടും സഹിക്കാൻ വയ്യാതെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വിമാനം എയർഫോഴ്സിനെ ഉപയോഗിച്ചിട്ടുള്ള അറ്റാക്സ് ഒക്കെ നടത്തി. അപ്പോൾ ആ കൂട്ടത്തിൽ കുറേ ഇന്നസെൻറ്റ് പീപ്പിൾ, എയർ അറ്റാക്ക് വരുമ്പോൾ എങ്ങനെയാലും ഇന്നസെൻറ്റ് പീപ്പിൾ കുറേ മരിക്കും. അപ്പോൾ അതിന് പാകിസ്ഥാൻ അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാൻ അതിനെ എതിർത്തു. പക്ഷേ ഇന്ത്യ അതിന് സപ്പോർട്ട് പറഞ്ഞിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനോട്. കാരണം പാകിസ്ഥാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നെയ്ബേഴ്സിന് കുറ്റം പറയുന്നൊരു ഏർപ്പാടുണ്ട്. പാകിസ്ഥാൻ തന്നെ ഈ ഭീകരപ്രവർത്തനത്തിന് സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ കാര്യങ്ങൾ വഷളാക്കിയിട്ട് ഇപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവർ ബാക്കി നെയ്ബേഴ്സിനെ കുറ്റം പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അഫ്ഗാനിസ്ഥാനോട് നമുക്ക് സിമ്പതിയുള്ള കാര്യം ഇന്ത്യ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇനി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ട് സ്ഥിരമായിട്ട് മീറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഇന്ത്യ മറ്റ് ചില ആൾക്കാരുടെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് LET, ലഷ്കർ എ തയ്ബ, പിന്നെ വേറൊരെണ്ണം JEM ആണ്, ജെയ്ഷെ മുഹമ്മദ്. ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് അഫ്ഗാനിസ്ഥാനോട് പറഞ്ഞിരിക്കുകയാണ്. കാരണം അവർ കുറേ പേര് ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കും എന്തെങ്കിലും ആക്രമണത്തിൻ്റെ സാധ്യതയുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇവർക്ക് സഹായമോ സഹകരണമോ കിട്ടാതെ സൂക്ഷിക്കണം എന്ന് അഫ്ഗാനിസ്ഥാനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു മേഖലയിലേക്കും കൂടി ഇപ്പോൾ ഇന്ത്യ ഓഫർ വെച്ചിട്ടുണ്ട്. അത് ഹെൽത്ത് സെക്ടർ, ആരോഗ്യ മേഖലയിലേക്ക് വേണ്ട സഹകരണങ്ങൾ കൊടുക്കാം. പിന്നെ റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ്, ഈ അഭയാർത്ഥികൾക്ക് പുനരധിവാസം കൊടുക്കുക, അതിനും ഞങ്ങൾ വേണ്ട സഹായം ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഇനിയിപ്പോൾ ഈ ഹ്യൂമാനിറ്റേറിയൻ ഫീൽഡിൽ ഉള്ള സപ്പോർട്ട് കൂടാതെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിന് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങളിലെത്തിയിട്ടാണ് ഈ ഫോറിൻ സെക്രട്ടറിയും, അതായത് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയും അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അമീർ ഖാനും അവർ തമ്മിൽ പിരിഞ്ഞത് അങ്ങനെ വളരെ നല്ല ഒരു പോസിറ്റീവ് നോട്ടിലാണ്. അതാണ് ഇപ്പോൾ നിൽക്കുന്ന കണ്ടീഷൻ. ഇപ്പോൾ ഈ 2021 അമേരിക്ക അവിടെ അവരോധിച്ചൊരു പാവ സർക്കാർ ഉണ്ടായിരുന്നു. അവർ മാറ്റിയിട്ട് ഇപ്പോൾ അതുവരെ അതോടുകൂടി അവരെ അട്ടിമറിച്ചാണ് താലിബാൻ വന്നത്. അപ്പോൾ ഇടക്കാലത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ആ രീതിയിലുള്ള ബന്ധം വരുന്നു. അതായത് പാകിസ്ഥാനിലേക്ക് അഫ്ഗാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ ഇന്ത്യ ശരി ആക്രമിച്ചോ, ഞങ്ങളുടെ സഹായം ഉണ്ട്. അപ്പോൾ അഫ്ഗാൻ ചോദിക്കുന്നത് ഈ ട്രേഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഇറാനിലെ ചാബഹാർ തുറമുഖം വഴിയാണ് പ്രധാനമായും അഫ്ഗാനിലേക്കുള്ള ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ആ തുറമുഖം കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും ഈ ഉന്നതതല യോഗത്തിൽ ചില തീരുമാനങ്ങളായി. അപ്പോൾ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കില്ലേ? അതായത് ഇവർ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഈ പ്രശ്നം പ്രത്യേകിച്ചുള്ള സാഹചര്യത്തിൽ നമുക്ക് അവരോട് വളരെ ഊഷ്മളമായ ബന്ധമായിരിക്കും. പിന്നെ പാകിസ്ഥാനുമായിട്ട് സഹകരിച്ച് കാശ്മീരിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അഫ്ഗാനിസ്ഥാനോടൊരു മടുപ്പെന്നല്ല ഒരു വിരോധം വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് അഫ്ഗാനിസ്ഥാൻ കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനോട് ഇന്ത്യക്ക് വളരെ താല്പര്യം കൂടി വരികയാണ്. മാത്രമല്ല ഏത് രീതിയിൽ സഹകരിക്കാൻ പറ്റുമോ
ആ സഹകരണങ്ങളെല്ലാം അവർ ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ അഫ്ഗാനിസ്ഥാനാണെങ്കിലും ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ദൃഢ നിശ്ചയത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യമാണ്, നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഭരണകൂടങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഏതായാലും അസഫ് നൗ വളരെ നല്ല ഊഷ്മളമായ ഒരു ലെവലിലെത്തി നിൽക്കണം. അല്ല, അഫ്ഗാൻ ഭരണകൂടം പിന്നീട് വീണ്ടും അധികാരത്തിൽ എത്തിയപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇനി ഈ പറയുന്ന ഒരു മുസ്ലിം മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കില്ല, സ്ത്രീകൾക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കൊടുക്കും, വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുക്കും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നൊരു കാര്യം, സ്വന്തം വീട്ടിൽ ജനാല പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ജനാലയിൽ കൂടി അടുത്ത വീട്ടിലെ സ്ത്രീകളെ നോക്കും, അല്ലെ അടുത്ത വീട്ടിലെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് കാണുന്നൊരു അവസ്ഥ ഉണ്ടാകും. അതുണ്ടാകരുത്. അപ്പോൾ വീണ്ടും ആ മത നിയമങ്ങൾ അവിടെ കർക്കശമാണ്. പക്ഷേ ഇപ്പുറത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കാരണം ബ്രിട്ടീഷ് ഇന്ത്യയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും ആയിരുന്നപ്പോൾ ഒരു നിയന്ത്രണ രേഖ ഉണ്ടായിരുന്നു. പിന്നീട് പാകിസ്ഥാൻ വന്നപ്പോഴത്തേക്ക് വീണ്ടും ആ നിയന്ത്രണ രേഖയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇടയ്ക്ക് കയറി വരുന്നു. അപ്പോൾ ഇടയ്ക്ക് അഫ്ഗാൻ പാകിസ്ഥാനെതിരെ 2 എണ്ണം കൊടുക്കുന്നു. അപ്പോൾ പിന്നെ ഇന്ത്യ വേണമെങ്കിൽ അവർക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ ട്രേഡിൻ്റെ കാര്യത്തിലോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം ചെയ്തേക്കാം, അല്ലേ? ഇപ്പോൾ ഈ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിമീസ് എനിമി എന്നുള്ള പ്രിൻസിപ്പിളാണ് അതിൻ്റെ പിന്നിലുള്ളത്. പിന്നെ അഫ്ഗാനിസ്ഥാൻ എന്തോരം മാറി എന്ന് പറഞ്ഞാലും നമ്മൾ കണ്ടറിയണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറഞ്ഞില്ലേ. പിന്നെ വിദ്യാഭ്യാസം, വനിതകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്ന പ്രശ്നം വരുമ്പോൾ അവർക്ക് ഇപ്പോഴും വലിയ ചേഞ്ചൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എന്തുമാത്രം മാറും എന്ന് കണ്ട് അറിയണം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനായിട്ടുള്ള വിരോധമായിരിക്കണം ഇപ്പോൾ ഇത്രയും അടുപ്പിച്ചിരിക്കുന്നത് നമ്മൾ രണ്ടു കൂട്ടരും. അപ്പോൾ അഫ്ഗാനെ സംബന്ധിച്ച് ഒരു സായുധ സേനയൊന്നും ഇല്ല, വലിയൊരു ആർമി ഒന്നും ഇല്ല എന്ന് പറയാം, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാകിസ്ഥാനിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ സഹായിക്കുമെന്നൊക്കെയുള്ള. മാത്രമല്ല ഇപ്പോൾ ഇനി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിലെത്തുന്നതോടെ അദ്ദേഹത്തിന് പാകിസ്ഥാനെ കണ്ടുകൂടാം. അപ്പം ആ ഒരു നിലയും ഇന്ത്യയുടെ ഒരു പിന്തുണയൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ അഫ്ഗാൻ കുറച്ചുകൂടെ ശക്തമാവുകയും പാകിസ്ഥാൻ്റെ പല പ്രദേശങ്ങളും ഇല്ലാതാവുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ആഭ്യന്തര കലാപം വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയോ അങ്ങനെയൊക്കെ സാധ്യതയില്ലേ? പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ റെഗുലർ ആർമി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. റെഗുലർ ആയിട്ടുള്ള വാർഫെയർ, കൺവെൻഷണൽ വാർഫെയറിലൊന്നും അവർക്ക് കാര്യമായിട്ട് ചെയ്യാനുണ്ടാവില്ല. പക്ഷേ അവരുടെ മുഴുവൻ ഒളിപ്പോരാണല്ലോ. അവരുടെ മിലിഷ്യ ഉണ്ട്, എവിടെയെങ്കിലും ചെന്ന് എന്തിനെങ്കിലും കൂട്ടത്തിൽ കൂടി അവിടെ നിന്നിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ ഒളിപ്പോരിൽ അവർ ആർക്കും ഒന്നും പഠിപ്പിച്ചു കൊടുക്കാനില്ല, അവർ അതിൽ മാസ്റ്റേഴ്സാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ പോയി എയർഫോഴ്സിനെ ഉപയോഗിച്ച് എവിടെയെങ്കിലും കുറേ ബോംബിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ അതിനെ നേരിട്ട് ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഇവർ ഇടിച്ചു കയറും. പാകിസ്ഥാനിലേക്ക് ജനങ്ങൾ, സാധാരണ മനുഷ്യർ കയറുന്ന പോലെ കയറി കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ എങ്ങനെയായാലും ആയുധങ്ങളുണ്ടാവും. നമുക്കിപ്പോൾ നമ്മുടെ ആൾക്കാരോട് പറയണത് അവിടെ പോയി 4 ആളെ വെടിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിചയം ഉണ്ടാവില്ല, എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് ആ പ്രശ്നമില്ല. അവരെല്ലാവരും തന്നെ ആ രാജ്യത്തെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. മാത്രമല്ല അവർക്ക് എപ്പോഴെങ്കിലും ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ വെടിവെച്ച് വീഴ്ത്താനായിട്ട് അവർക്കൊരു മടിയില്ല. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൺവെൻഷണൽ വാർഫെയർ ആയിരിക്കില്ല, ഇവരങ്ങോട്ട് ഇടിച്ചു കയറും. പിന്നെ ഇവർക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാന് ഈ പറഞ്ഞ പാകിസ്ഥാനിലുള്ള താലിബാനായിട്ട് നല്ല ബന്ധമാണ്, അവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അവിടെ കയറി ചിലപ്പോൾ മിലിറ്ററിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കയറിയിട്ടായിരിക്കും ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് കയറിയിട്ട് ആ ക്ലാസ് റൂമിൽ കയറിയായിരിക്കും വെടിവെക്കുന്നത്. അപ്പോൾ അവർക്ക് കാഷ്വാലിറ്റീസ് ഇൻഫ്ലിക്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. റെഗുലർ ഫൈറ്റിംഗ് അല്ലെങ്കിൽ കൺവെൻഷണൽ ഫൈറ്റിങ്ങിൽ അവരത്ര കഴിവ് കാണിച്ചെന്ന് വരില്ല. പക്ഷേ ഈ ഒളിപ്പോരിൽ അവരെ വെല്ലാൻ ആൾക്കാരില്ല അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ നിലവിൽ ഈ പാകിസ്ഥാൻ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നത് പിന്നെ ഈ ഡീപ് സ്റ്റേറ്റാണ്, അമേരിക്കനെ. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിനെ ഞാൻ വന്നാൽ തകർത്ത് കളയുമെന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ ഇനി ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സപ്പോർട്ട് എന്തായാലും അമേരിക്കയിലെ ഭരണകൂടത്തിന് കിട്ടില്ല. അപ്പോൾ ഈ സാർ പറഞ്ഞതുപോലെ ഈ താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാൻ സംഘടനയ്ക്ക് പാകിസ്ഥാനിലെ താലിബാൻ ഉണ്ടല്ലോ, അവർ പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ആർമിയുടെ പിന്തുണയോടെ നിലവിലെ ഭരണകൂടത്തെ പോലും അട്ടിമറിച്ചിട്ട് പുതിയൊരു ഭരണകൂടം വരാം. അത് താലിബാൻ സ്വാധീനമുള്ള ഒരു ഭരണകൂടമൊക്കെ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട. അതിൽ അത്ഭുതപ്പെടാനല്ല. പിന്നെ പാകിസ്ഥാനിലെ താലിബാൻ, അതായത് തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ, അവരെന്തായാലും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും സപ്പോർട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൺവെൻഷണൽ വാർഫെയറിൽ മികച്ചു നിന്നില്ലെങ്കിൽ പോലും അവർക്ക് പാകിസ്ഥാൻ്റെ അകത്ത് കയറിയിട്ട് കണ്ടോടത്ത് കയറി ബോംബ് വയ്ക്കാൻ സൗകര്യമുണ്ടാവും. അതാണ് പാകിസ്ഥാന് ഇനി ഉണ്ടാകാൻ പോകുന്ന തലവേദന അവരേക്കും. അപ്പോൾ ഈ ഉന്നതതല മീറ്റിംഗ് ദുബായിൽ നടക്കണമെങ്കിൽ ഈ അതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ 1, 2, 3 ഒക്കെ ആയിട്ട് അത് പൂർത്തീകരിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താനായിരിക്കില്ല ഇവർ ഉന്നതതല യോഗം ചേർന്നത്. അപ്പോൾ ഉന്നതതല യോഗത്തിൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ നിന്ന് അവർക്ക് വേണ്ടത് ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായങ്ങളാണ്. അടിയന്തര ഘട്ടത്തിൽ സൈനിക സഹായം ആവശ്യപ്പെടുന്നു. ഒപ്പം ചാബഹാർ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള തുറമുഖം, അത് ഇറാനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം വേണമെന്ന്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്തു കൊടുത്താൽ നാളെ ഈ അഫ്ഗാൻ നമുക്ക് പാരയാവുമോ? അതാണ് പ്രശ്നം. ഇപ്പം ഈ പറയുന്ന ഇപ്പം ഈ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ ഇതേപോലെ നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഓരോ ലീഡേഴ്സ് മാറി വരുന്നതനുസരിച്ചൊക്കെ ചിലപ്പോൾ തീരുമാനങ്ങളിൽ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഇവരെ ഒരു പരിധി വിട്ട് നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാനോ ട്രസ്റ്റ് ചെയ്യാനോ പറ്റില്ല.
കാരണം സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. കാരണം നമ്മളിപ്പോൾ സഹായിക്കണേ കൂടുതൽ പാകിസ്ഥാൻ അവരെ സഹായിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അതെ. ഈ താലിബാൻ നിലനിന്ന് തന്നെ പാക് സപ്പോർട്ട് കൊണ്ടാണ്. ആ. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇടിച്ചു കയറി പാകിസ്ഥാനിൽ താമസിച്ചിരുന്നു. അവർക്ക് തീറ്റയും ഒക്കെ കൊടുത്ത് പാകിസ്ഥാനാണ് വളർത്തിയത്. പക്ഷെ ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിയാൻ അവർക്ക് മടിയില്ല. ആ. ഇതേപോലെ കൂടുതൽ സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ചബഹാർ പോർട്ടൊക്കെ ഉപയോഗപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിലേക്ക് സഹായങ്ങൾ അയക്കാനും ബിസിനസ് ചെയ്യാനൊക്കെ നമുക്ക് സൗകര്യം ഉണ്ടായിരിക്കും. അവർക്കും അത് ഉപകാരപ്രദമായിരിക്കും. ആ രീതിയിൽ ഒരു കോപ്പറേഷൻ നിലനിന്നാൽ നല്ല കാര്യം, അത്രേ പറയാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ നടക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.